Hello students, welcome to XandY Learning. നമ്മുടെ മിഷൻ ഒളിമ്പ്യാഡ് എന്ന് പറയുന്ന സീരീസിലെ അടുത്ത വീഡിയോ ആണിത്. 10th സ്റ്റാൻഡേർഡിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫിസിക്സിലെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സോ ഒരുപാട് വീഡിയോസ് ഇതിന് മുൻപ് തന്നെ പല എപ്പിസോഡ്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പല ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ്, ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ് റിക്വയർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ആ പ്ലേലിസ്റ്റിൽ പോയി നോക്കുക. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് ഉണ്ടായിരിക്കും. A 20 centimeter long uniform wire of resistance 5 ohm is stretched to a uniform wire of 40 centimeter length. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദി റെസിസ്റ്റൻസ് ഇൻ ഓം വിൽ ബി. അപ്പൊ ഇത് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ 10th നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത്. അല്ലെ, റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം R is equal to ρ L divided by A ആണ്. റോ എന്ന് പറയുന്നത് അതിന്റെ റെസിസ്റ്റിവിറ്റി, L എന്ന് പറയുന്നത് ആ കണ്ടക്ടറിന്റെ ലെങ്ത്, A എന്ന് പറയുന്നത് ആ കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇതിൽ പക്ഷേ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ കയ്യിൽ ഒരു വയർ ഉണ്ടായിരുന്നു, അതിന്റെ റെസിസ്റ്റൻസ് എത്രയാണ്? അതിന്റെ റെസിസ്റ്റൻസ് 5 ഓം ആണെന്ന് പറയുന്നുണ്ട്. അതിന്റെ ലെങ്ത് 20 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു റെസിസ്റ്ററിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് റെസിസ്റ്റൻസ് 5 ഓം ആണ്, അതുപോലെ തന്നെ ലെങ്ത് 20 സെന്റിമീറ്റർ ആണ്. വേറെ ഇൻഫർമേഷൻ ഒന്നുമില്ല, ഏരിയനെ പറ്റി ഒന്നും പറയുന്നില്ല, റെസിസ്റ്റിവിറ്റിയെ പറ്റി ഒന്നും പറയുന്നില്ല. എന്നിട്ട് പറയുന്നത് ഈ കണ്ടക്ടർ അല്ലെങ്കിൽ ഈ ഒരു വയർ തന്നെ നമ്മൾ വലിച്ചു നീട്ടുന്നു. സ്ട്രെച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ആ സെയിം വയർ അഡീഷണൽ മെറ്റീരിയൽ ആഡ് ചെയ്യാതെ നമ്മുടെ കയ്യിലുള്ള വയർ തന്നെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നു, വലിച്ച് നീട്ടിയിട്ട് 40 സെന്റിമീറ്റേഴ്സ് ആക്കുന്നു. 20 സെന്റിമീറ്റർ ഉള്ളത് 40 സെന്റിമീറ്റേഴ്സ് ആക്കുന്നു. വിച്ച് മീൻസ് ലെങ്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ഡബിൾ ആക്കുകയാണ്. അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന ലെങ്ത് 20 സെന്റിമീറ്റർ ആണെങ്കിൽ പുതിയ ലെങ്ത് L ഡാഷ് എന്ന് ഞാൻ പേരിട്ട് വിളിക്കുകയാണ്. ദാറ്റ് ഇസ് 40 സെന്റിമീറ്റേഴ്സ്. ഓക്കെ, അപ്പൊ ഇനി ഒരാൾ ആലോചിക്കും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ് ഏതാ? ഓൾറെഡി എക്സിസ്റ്റിംഗ് റെസിസ്റ്റൻസ്, ഇനീഷ്യൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 ഓം ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതിയ റെസിസ്റ്റൻസ് എത്രയെന്നാണല്ലോ ചോദ്യം. പുതിയ റെസിസ്റ്റൻസിനെ ഞാനിത് R ഡാഷ് എന്ന് വിളിക്കുകയാണ്. അപ്പൊ ρ L by A ആണ് ഇക്വേഷൻ. അതിൽ ലെങ്ത് 20 സെന്റിമീറ്റർ ഉള്ളത് 40 സെന്റിമീറ്റർ ആയിട്ട് ഡബിൾ ആയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് എന്താവണം? ഡബിൾ ആവണം, അല്ലെ? റെസിസ്റ്റൻസ് ഡബിൾ ആവണം എന്നാണ് ഇനീഷ്യലി കുട്ടികൾ ചിന്തിക്കാറുള്ളത്. അപ്പൊ 5ന് പകരം 10 ഓം എന്നുള്ള ആൻസറിലേക്ക് എത്തണം എന്ന് ചിലപ്പോൾ പല ആളുകളും ചിന്തിച്ചേക്കാം, പക്ഷെ അത് റോങ് ആണ്. അപ്പൊ എന്താണ് ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് രീതിയിൽ നമുക്ക് ഈ കണ്ടക്ടേഴ്സിന്റെ സൈസ് കൂട്ടാൻ പറ്റാറുണ്ട്. അതിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള വയറിന്റെ കൂടെ നിങ്ങൾ എക്സ്ട്രാ വയർ ആഡ് ചെയ്യുന്നു. ഈ ഒരു സൈസിലുള്ള വയർ എൻ്റെ കയ്യിലുണ്ട്, ഇതേ വലുപ്പത്തിലുള്ള അനദർ വയർ എടുത്തിട്ട് ഞാൻ അതിനൊരു ജോയിൻ ചെയ്യുന്നു, അപ്പൊ എനിക്ക് ഡബിൾ ലെങ്ത് കിട്ടും. അതുകൂടാതെ എനിക്ക് ഇതേ വയറിനെ തന്നെ സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ഡബിൾ ലെങ്ത്തിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് സ്ട്രെച്ചിങ് ആണ്. അപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ഏതൊരു ഒബ്ജക്റ്റിന്റെയും ഏതൊരു വയറിന്റെയും ഏരിയയിൽ മാറ്റം വരും, അല്ലെ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നേരത്തെ ഉണ്ടായിരുന്നതായിരിക്കില്ല, അതിൽ മാറ്റം വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഫൈനൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന സമയത്ത് റോയിൽ ചേഞ്ച് ഇല്ല, കാരണം അത് സെയിം മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ലെങ്ത്തിൽ മാറ്റം വന്നിട്ടുണ്ട്, അതിന്റെ കൂടെ തന്നെ എന്തും മാറിയിട്ടുണ്ട്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലും മാറ്റം വന്നിട്ടുണ്ട്. അത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളത് ആലോചിച്ച് നോക്കുക. അതായത് നമ്മുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഈ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ സെയിം ആണ്. വിച്ച് മീൻസ് ഇനീഷ്യൽ വോള്യവും ഫൈനൽ വോള്യവും ഈ മെറ്റീരിയലിന്റെ എന്താണ്? സെയിം ആണ്. സോ ഇവിടെ നമുക്ക് എഴുതാം വോള്യം ഇനീഷ്യൽ ഇസ് ഈക്വൽ ടു വോള്യം ഫൈനൽ എന്ന് എഴുതാം. എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു വയറിന്റെ ഒക്കെ വോള്യം കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ്? അതിന്റെ ലെങ്ത് ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ചെയ്താൽ മതി, അല്ലെ? ഒരു സിലിണ്ടറിന്റെ വോള്യം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ ഹൈറ്റ് ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. സിമിലർലി ഒരു കണ്ടക്ടറിന്റെ കേസിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ലെങ്ത് ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് വോള്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാനത് അവിടെ ആദ്യം എഴുതാണ്. വോള്യം ഇസ് ഈക്വൽ ടു വോള്യം ഓഫ് ദ വയർ. വോള്യം ഓഫ് ദ വയർ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ഏരിയ എന്ന് ഞാൻ എഴുതുകയാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ആ വോള്യത്തിന്റെ കമ്പാരിസൺ ചെയ്യാം. സോ ഇനീഷ്യലി ഉണ്ടായിരുന്ന വോള്യം തന്നെ ആയിരിക്കും ഫൈനലി ഉണ്ടായിരിക്കുക. വിച്ച് മീൻസ് ലെങ്ത് ഇൻറ്റു ഏരിയ ഇസ് ഈക്വൽ ടു, ഇവിടെ നിങ്ങൾ നോക്കുക, ആദ്യം ഉണ്ടായിരുന്ന ലെങ്ത് 20 സെന്റിമീറ്റർ ആണ്. ആദ്യത്തെ ഏരിയ ഞാൻ A എന്ന് എടുക്കുന്നു. പുതിയ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിട്ടുണ്ട്? 40 സെന്റിമീറ്റേഴ്സ് ആയിട്ടുണ്ട്, അല്ലെ? L എന്ന് പറയുന്നത് എത്രയാ? 20 സെന്റിമീറ്റേഴ്സ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പുതിയ ലെങ്ത് 40 സെന്റിമീറ്റേഴ്സ് ആണ്. അതിനെ നമുക്ക് 2L എന്ന് വിളിച്ചൂടെ? ആദ്യം ഉണ്ടായിരുന്ന ലെങ്ത്തിന്റെ ഡബിൾ ആണെന്ന് പറയാലോ. അപ്പോൾ പുതിയ വോള്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2L ഇൻറ്റു A ഡാഷ് എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, A ഡാഷ് ഇസ് ഈക്വൽ ടു എത്രയാണ് വരാൻ പോകുന്നത്? L ഇൻറ്റു ഏരിയ ഡിവൈഡഡ് ബൈ 2L എന്ന് വരും. ഈ 2L ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ഡിനോമിനേറ്ററിലെത്തും. L ബൈ L നമുക്ക് ഡിവൈഡ് ചെയ്ത് കളയാം. സോ വിച്ച് മീൻസ് A ഡാഷ് ഇസ് ഈക്വൽ ടു A ബൈ 2. അങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ഹാഫ് ആയിട്ടുണ്ട്. കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും എന്തായിട്ടുണ്ട്? ഹാഫ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പുതിയ ഏരിയ കിട്ടി, പുതിയ വോള്യം നമുക്കറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പുതിയ റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോ R ഡാഷ് ഇസ് ഈക്വൽ ടു
റോ എൽ ഡാഷ് ബൈ എ ഡാഷ് എന്ന് ഞാൻ ഇവിടെ എഴുതുകയാണ്. സോ ദാറ്റ് ഈസ് റോ ഇൻറ്റു എൽ ഡാഷ് എത്രയാണ്, പുതിയ ലെങ്ത് എത്രയാണ്, ആദ്യം ഉണ്ടായിരുന്നത് 20 സെന്റിമീറ്റർ ആണെങ്കിൽ ഇപ്പോൾ ഉള്ളത് 40 സെന്റിമീറ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ ഏരിയക്ക് എന്താ സംഭവിച്ചത്, ആദ്യം ഉണ്ടായിരുന്ന ഏരിയയുടെ ഹാഫ് ആയിട്ട് കുറയുകയും ചെയ്തു. അപ്പോൾ ഈ ഡിനോമിനേറ്ററിൽ ഒരു ഫ്രാക്ഷൻ ആണ്, രണ്ട് ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യുമ്പം ഇതെന്തായിട്ട് മാറും, ഇത് റോ ഇൻറ്റു 2L ഇൻറ്റു 2/a എന്നാകും. സോ ടോട്ടലി 4 ഇൻറ്റു റോ എൽ ബൈ എ എന്നുള്ള ഫോമിലേക്ക് നമ്മൾ എത്തും, പുതിയ റെസിസ്റ്റൻസ്. അപ്പൊ നിങ്ങൾ ഇനിയാണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന്റെ ഫൈനൽ ആൻസറിലേക്ക് എങ്ങനെ എത്താമെന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. റോ എൽ ബൈ എ എന്ന് പറഞ്ഞാൽ എന്താ, തൊട്ട് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ അറിയാം, റോ എൽ ബൈ എ എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ് തന്നെയാണ്, അത് 5 ഓം ആണ്. ആദ്യം ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ് റോ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എ വിച്ച് ഇസ് ഈക്വൽ ടു 5 ഓം. അങ്ങനെയാണെങ്കിൽ പുതിയ റെസിസ്റ്റൻസ്, ഈ ഒരു സ്ട്രെച്ചിങ്ങിന് ശേഷമുള്ള റെസിസ്റ്റൻസ് എത്രയാണ്, 4 ഇൻറ്റു റോ എൽ ബൈ എ ആണ് അല്ലേ. അപ്പൊ റോ എൽ ബൈ എ എന്നതിന് പകരം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 5 ഓം യൂസ് ചെയ്താൽ 4 ഇൻറ്റു 5 വിച്ച് ഇസ് ഈക്വൽ ടു 20 ഓം ആണ് എന്ത്, ഇതിന്റെ ആൻസർ. ഓക്കെ. ഓർ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് കോമൺ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കണ്ടക്ടറിന്റെ ലെങ്ത് നമ്മൾ സ്ട്രെച്ച് ചെയ്തിട്ട് n ടൈംസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തായിട്ടുണ്ട്, അല്ലെങ്കിൽ 2 ടൈംസ്, ഇവിടെ എന്താ ചെയ്ത് 2 ടൈംസ് ആക്കി. സോ ഒരു കണ്ടക്ടറിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്തിട്ട് അതിന്റെ ലെങ്ത് 2 ടൈംസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ റെസിസ്റ്റൻസ് 4 ടൈംസ് ഇൻക്രീസ് ചെയ്യും എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അത് ഇനി ജനറൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കണ്ടക്ടറിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്തിട്ട് അതിന്റെ ലെങ്ത് n ടൈംസ് ആക്കുകയാണെങ്കിൽ അതിന്റെ റെസിസ്റ്റൻസ്, ഫൈനൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് n² ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് ജനറലി പറയാൻ പറ്റുക. സോ ആൻസർ ഏത് ഓപ്ഷനാണ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് പല രീതിയിൽ ഞാൻ പറയാം, ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം, ഇനി അതെല്ലാം അഡീഷണൽ മെറ്റീരിയൽ ആഡ് ചെയ്യാം, ഇതൊക്കെ പോസിബിൾ ആണ്. സ്ട്രെച്ചിങ്ങിന് പകരം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്രസ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ലോജിക്ക് മനസ്സിലാക്കി വെക്കുക. എന്തുകൊണ്ടാണ് റെസിസ്റ്റൻസ് എല്ലാവരും ആദ്യം ചിന്തിക്കുന്നത് പോലെ ലെങ്ത് ഡബിൾ ആയപ്പോൾ റെസിസ്റ്റൻസ് എന്തുകൊണ്ട് ഡബിൾ ആയില്ല എന്ന് ആലോചിക്കുന്നവര് അത് ചിന്തിക്കേണ്ട കാര്യം എത്രേ ഉള്ളൂ, ഏരിയയും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രോസസ്സിൽ മാറുന്നുണ്ട്. അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ 20 ഓം എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, താങ്ക് യു. സോ ഇതുപോലത്തെ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒളിമ്പ്യാഡൊക്കെ പോലെയുള്ള എക്സാമുകളൊക്കെ എഴുതാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണുക മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ആൻഡ് XandY ലേണിംഗ് ഇതുപോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി നടത്തുന്ന ക്ലാസ്സസ്, ഞങ്ങളുടെ കോഴ്സിനെ കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. XandY ലേണിംഗിന്റെ ഫൗണ്ടേഷൻ കോഴ്സ്, സ്കൂളിന്റെ കൂടെ തന്നെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസിന് കുട്ടികളെ പ്രിപ്പയർ ചെയ്യിക്കുന്ന കോഴ്സാണ്. സയൻസിൽ മാത്തിലുള്ള താല്പര്യമുള്ള ആളുകൾ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാം. ഓക്കെ, താങ്ക് യു.